നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പെരിയ ഇരട്ട കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപയും പിഴ. മറ്റ് 4 പ്രതികൾക്ക് 5 വർഷം തടവും 1000 രൂപ പിഴയുമാണ് വിധി. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറഞ്ഞത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് മലയാളികളെ ഒന്നടങ്കം കണ്ണീരണിയിച്ച സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. CPI നേതാവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, ഉദുമ CPM മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കുറ്റക്കാരിൽ ഏറിയ പങ്കും CPM നേതാക്കളും സഹപ്രവർത്തകരുമാണ്. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു. 10 പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. 1-ാം പ്രതി A പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെയാണ് കൊലപാതക, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ കണ്ടെത്തിയത്. ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഇത്. 10-ാം പ്രതി T രഞ്ജിത്ത്, 15-ാം പ്രതി A സുരേന്ദ്രൻ എന്നിവർ ഈ കുറ്റങ്ങൾക്ക് പുറമെ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കോടതി കണ്ടെത്തി. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് ചുമത്തിയത്. പരമാവധി 2 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമായിരുന്നു ഇത്. വിധി പറയുന്നതിനിടെ കോടതി പ്രതികളെ കേട്ടിരുന്നു. ശിക്ഷയിൽ ഇളവ് തേടി പ്രതികൾ പ്രാരാബ്ധങ്ങൾ പറഞ്ഞു. ബിരുദം പൂർത്തിയാക്കണമെന്നും പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള 7-ാം പ്രതി അശ്വിന്റെയും വയോധികനാണെന്നും പ്രായമുള്ള അമ്മയെ നോക്കണമെന്നുള്ള മുൻ MLA KV കുഞ്ഞിരാമന്റെ അഭ്യർത്ഥനയും കോടതി കേട്ടു. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ കൊലയല്ല, വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിലുള്ള കൊല എന്ന് പറഞ്ഞ് CPM നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ച കേസിലാണ് CBI കോടതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. കേസിൽ CBI അന്വേഷണം തടയാൻ ശ്രമിച്ചത് ഇവരെ സംരക്ഷിക്കാനായിരുന്നുവെന്ന ആരോപണം ബലപ്പെടുകയാണ്. ശിക്ഷിക്കപ്പെട്ട പലരും നിരപരാധികളാണെന്നാണ് CPM വാദം. TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം CPM ഏറ്റവും കൂടുതൽ പഴികെട്ട കേസാണ് പെരിയ ഇരട്ടക്കൊല. കൃത്യമായി രാഷ്ട്രീയ ആസൂത്രണം എന്ന് അന്നേ വ്യക്തമായിട്ടും ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ പഴിചാരി മുഖം രക്ഷിക്കാനായിരുന്നു CPM ശ്രമം. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരിൽ കാസർകോട്ടെ CPMന്റെ പ്രധാന നേതാക്കളുടെ നീണ്ട നിര കാണാം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കൊലപാതകം നടക്കുമ്പോൾ ഏരിയ സെക്രട്ടറി ആയിരുന്ന നേതാവ്, ലോക്കൽ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗം, ബ്രാഞ്ച് അംഗം എന്നിങ്ങനെ പാർട്ടിയുടെ പല തലത്തിലുമുള്ള നേതാക്കൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയതോടെ രാഷ്ട്രീയ കൊലയല്ല എന്ന CPM വാദം പൊളിയുകയാണ്. ഇരയ്ക്ക് നീതി ലഭ്യമാക്കേണ്ട അതേ സർക്കാർ CBI അന്വേഷണത്തെ എതിർത്ത് സുപ്രീം കോടതി വരെ പോയതും CPMന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. CBI പിന്നീട് പ്രതികളാക്കി എല്ലാവരെയും ശിക്ഷിച്ചില്ല എന്ന ആശ്വാസം CPMനുണ്ട്. എങ്കിൽ പോലും ആ പട്ടികയിൽപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമന് കുറ്റക്കാരനാണെന്ന് CBI കോടതി കണ്ടെത്തിയത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. വലിയ ജനവികാരമുണ്ടായപ്പോൾ ഏരിയ സെക്രട്ടറിയിൽ വരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എത്തിച്ചിരുന്നു. അതും വൈകിയായിരുന്നു. തിടുക്കപ്പെട്ട് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് കേസിലെ CBI അന്വേഷണം തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ ഹൈക്കോടതി കുറ്റപത്രം റദ്ദാക്കിയാണ് കേസ് CBIക്ക് കൈമാറിയത്. ഭരണത്തിന്റെ തണൽ രാഷ്ട്രീയ കൊലപാതകികൾക്കും നൽകാൻ CPM ഏറ്റവും പ്രകടമായി ശ്രമിച്ച കേസ് കൂടിയാണ് പെരിയയിലേത്. കണ്ണൂരിലെ പല കേസുകളും TP കേസിലും ഉന്നയിച്ച പോലെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയവർ നിരപരാധികളാണെന്ന വാദമാണ് CPM ഉന്നയിച്ചു തുടങ്ങിയത്. കൃപേഷിന്റെയും ശരത്തിന്റെയും കുടുംബത്തിനൊപ്പമുണ്ടായിരുന്ന മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് CK ശ്രീധരനെ CPM അടർത്തിയെടുത്തതുപോലും ഈ കേസിലുള്ള താല്പര്യത്തിന്റെ പേരിലായിരുന്നു. 1-ാം പിണറായി സർക്കാരിനെയും CPMനെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കിയ ഈ കേസിലെ വിധി കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.